Hi everyone, welcome back to Wisdom Academy classes. So നമ്മൾ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. എന്തായാലും അത് മസ്റ്റായിട്ട് അത് പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു സെക്ഷൻ ഇല്ലാണ്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇതിൽ ഫ്രെയിം ചെയ്യാനില്ല. പ്രൂഫ് തന്നെ ചോദിക്കാറുണ്ട്. പ്രൂഫും വിത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചോദിക്കാറ്. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ബി പാർട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തായാലും പഠിക്കണം. മസ്റ്റായിട്ട് പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോകാൻ പാടുള്ളൂ കേട്ടോ. ലക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ആ സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് BPT തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദ്യം കിട്ടും. അതൊരിക്കലും നിങ്ങൾ ആ മാർക്ക് കൊണ്ടേ കളയരുത്. എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CBSE സെയിം ക്വസ്റ്റ്യൻ തന്നെ CBSE ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 സ്റ്റാർ ഇട്ടിട്ടുള്ളത്. എന്തായാലും പഠിക്കണം കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഗിവൺ LM is parallel to BC and LN is parallel to CD to prove AM by AB. ഇവിടെ ശ്രദ്ധിക്കണം, AM by MB അല്ല, AM by AB ആണ്. ഫുൾ ലെങ്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സിമിലർലി AN by AD. ഓക്കെ, അപ്പം അങ്ങനെ ഫുൾ ലെങ്ത് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതേ സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇതേ സെയിം പാറ്റേൺ ഇൻ ദ സെൻസ് ഇതേമാതിരി ഒരു റേഷ്യോ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വേണം കേട്ടോ എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അതൊരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ആണ്. അതെന്തായാലും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പ്രൂഫ് എന്താണ്? LM പാരലൽ ടു BC എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഗിവൺ LM പാരലൽ ടു BC. സോ ഇൻ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിളിൽ നമുക്ക് എന്താ എഴുതാം? നമുക്ക് ആദ്യം ട്രയാങ്കിൾ എടുത്തിട്ട് ഗിവൺ കണ്ടീഷൻ എഴുതാം. ഇൻ ട്രയാങ്കിൾ ABC given LM parallel to BC which implies എന്താണ്? LM parallel to BC ആണെന്നുണ്ടെങ്കിൽ AM by MB AL by LC നോട് ഈക്വൽ ആയിരിക്കില്ലേ? ആയിരിക്കും. അതാണ് നമ്മളുടെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത്. സോ AM by MB is equal to AL by LC by BPT. BPT എന്ന് എഴുതുന്നതിനേക്കാളും നല്ലത്, ഏറ്റവും നല്ലത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുകയാണ് നല്ലത്. BPT എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയില്ല, ചിലപ്പോൾ CBSEക്ക് BPT എന്ന് എഴുതി കഴിഞ്ഞാൽ തിയറം സ്റ്റേറ്റ്മെന്റ് എഴുതാണ്ട് മാർക്ക് തരുമെന്നുള്ളത്. അപ്പോൾ സേഫ് സൗണ്ടിലിരിക്കാൻ നിങ്ങൾ എന്തായാലും ഒന്ന് സ്റ്റേറ്റ്മെന്റും കൂടെ അവിടെ എഴുതി വെക്കുക, മാർക്ക് കളയണ്ട. നെക്സ്റ്റ് ഇതേമാതിരി തന്നെ നമുക്ക് എന്തെടുക്കാം? ഇൻ ട്രയാങ്കിൾ ADC എന്താ എഴുതാം? ഗിവൺ LN ഇസ് പാരലൽ ടു DC. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാനായിട്ട് പറ്റും? AN by ND is equal to once again AL by LC. സെയിം റീസൺ ആണ്, BPT തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പാരലൽ കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? BPT തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 1ൻ്റെയും ഇക്വേഷൻ 2ൻ്റെയും റൈറ്റ് സൈഡ് എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് AL by LC തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LHS തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഫ്രം ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്തെഴുതാനായിട്ട് പറ്റും? AN by ND is equal to AM by MB. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടേ? ഇതാണ് എന്നുണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. AM by MB is equal to AN by ND എന്ന് പ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഡയറക്റ്റ് AN by NDയും AM by MBയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മാർക്കിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്രയും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ AB കിട്ടാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി നോക്കാം. AB കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? MBയുടെ കൂടെ AMോ അല്ലെങ്കിൽ AMൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? MB എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനും കൂടെ എന്ത് ചെയ്യണം? നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഒരു പോർഷൻ അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആദ്യം എന്താ പ്രൂവ് ചെയ്യാനുള്ളതെന്നൊന്ന് മുകളിൽ എഴുതി വയ്ക്കാം. AM by AB is equal to AN by AD. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ റെസിപ്രോക്കൽ എടുക്കാൻ പോവാണ് കേട്ടോ. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ND ഡിവിഷൻ AN is equal to MB by AM. ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്തു, ടേക്കിംഗ് റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നേരെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും റിവേഴ്സായി.
ഇനി നമുക്ക് ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടുള്ള ടേം അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 എന്ന് പറഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ND/AN plus 1 is equal to MB by AM plus 1. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? 1 ആഡ് ചെയ്ത് കൊടുത്തു. ഫുൾ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും റീസൺ ഉണ്ട്, ബിക്കോസ് നമുക്ക് ഇവിടെ AB ആണ് കിട്ടേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ LCM എടുത്താൽ എന്താ വരിക? ND plus AN ഡിവിഷൻ AN is equal to MB plus AM ഡിവിഷൻ AM. ഓക്കെ, നോക്കി നോക്കൂ, NDയുടെ കൂടെ AN ആഡ് ചെയ്തപ്പോൾ NDയുടെ കൂടെ AN ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? AD ആണ് കിട്ടിയത് അല്ലേ? ദാറ്റ് ഈസ് AD/AN. ഓക്കെ, നമ്മൾ റെസിപ്രോക്കൽ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AN റീറ്റെയിൻ ചെയ്യണം. AN റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിപ്രോക്കൽ എടുത്തത് കേട്ടോ. അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ എന്ത് വേണം? AM റീറ്റെയിൻ ചെയ്യണം. അപ്പൊ AM റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അവിടെയും റെസിപ്രോക്കൽ എടുത്തത്. ഇനിയിപ്പോൾ റെസിപ്രോക്കൽ എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ AM പറഞ്ഞിട്ടുള്ള ടേം അങ്ങോട്ട് പോയേനെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അങ്ങനെ റെസിപ്രോക്കൽ എടുത്തത്. ഓക്കെ, AD/AN is equal to AB/AM. ഇപ്പൊ ഇത് നമുക്ക് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വീണ്ടും ഒരു പ്രശ്നം എന്താണ്? AD/AN അല്ല വേണ്ടത്, നമുക്ക് AN/AD ആണ് വേണ്ടത്. അതേമാതിരി തന്നെ ഇവിടെ AM/AB ആണ് വേണ്ടത്. ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ എടുക്കുന്നു. ടേക്കിംഗ് റെസിപ്രോക്കൽ, ഒന്നും കൂടെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ എന്ത് ചെയ്യാണ്? എത്തിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് AN/AD is equal to AM/AB. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഉത്തരം. സോറി, AM/AB ആണ് കേട്ടോ. AM/AB ഹെൻസ് പ്രൂവ്ഡ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. നന്നായി പഠിക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് റെസിപ്രോക്കൽ 2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ആ റെസിപ്രോക്കലിൻ്റെ ഇഫക്റ്റ് എന്തായിപ്പോയി? നള്ളിഫൈ ആയിപ്പോയി. അതാണ് ഉണ്ടായത്. നമുക്ക് ആക്ച്വൽ ആൻസറിലേക്ക് എത്തുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ദിസ് ഇസ് യെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഇമ്പോർട്ടൻ്റ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമിനായാലും ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. അതേമാതിരി തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. സോ അത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 3-4 തവണ CBSE ചോദിച്ചിട്ടുണ്ട്. അതും നല്ല ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് നന്നായി പഠിക്കും. എളുപ്പമാണ് ഇതിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലിയ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ഫിഗർ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഗിവൺ കണ്ടീഷൻസ് എന്താണ്? DE പാരലൽ ടു AC ആണ് തന്നിട്ടുണ്ട്. ആൻഡ് DF പാരലൽ ടു AE ആണ് തന്നിട്ടുണ്ട്. പാരലൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മനസ്സിൽ ഉറപ്പിച്ചോളൂ നമുക്ക് BPT അപ്ലൈ ചെയ്യാമെന്നുള്ളത്. ഇനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? BF/FE. BF/FE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BE/ECനോട് തുല്യമാണ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം പ്രൂഫ്. 2 ട്രയാങ്കിൾ ആണ് ഇവിടെ അനാലിസിസിന് എടുക്കുന്നത്. ഇൻ ട്രയാങ്കിൾ ABE ആൻഡ് ഓൾസോ ട്രയാങ്കിൾ ABC കേട്ടോ. 2 ട്രയാങ്കിൾ ആണ് എടുക്കുന്നത് ABC. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ABE എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BF-ഉം FE-യും എന്തിൻ്റെ ഉള്ളിലാണ്? ABE എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ABC എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് EC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനും കൂടെ വരുമ്പോൾ എക്സ്റ്റെൻഡ് ആവുകയാണ് ചെയ്യുന്ന ട്രയാങ്കിൾ. ദാറ്റ് ഈസ് നമുക്ക് ആ ഫുൾ ട്രയാങ്കിൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ EC നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് മാത്രം കിടക്കുന്ന ഈ ഒരു ചെറിയ ട്രയാങ്കിളും ഇത് കിടക്കുന്ന ഈ വലിയ ട്രയാങ്കിളും നമ്മൾ എന്ത് ചെയ്തത്? കൺസിഡർ ചെയ്തത്. ഇൻ ട്രയാങ്കിൾ ABE നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? DF is parallel to, ഇത്രയേ ഉള്ളൂ പോർഷൻ. ഇപ്പൊ DF പാരലൽ ടു AE എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. DF പാരലൽ ടു AE ഗിവൺ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? AD by DB is equal to BF/FE എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ് DF കൂട്ടിമുട്ടുന്ന ഈ 2 സൈഡ്സിന്റെ റേഷ്യോസ് എന്താണെന്ന് എഴുതി? ഈക്വൽ ആണെന്ന് എഴുതി ബൈ BPT. റീസൺ മസ്റ്റ് ആണ് BPT എന്നുള്ളത് എന്തായാലും എഴുതി വെക്കണം. പറ്റിയാൽ സമയം ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതി വെക്കാം. ഓക്കെ,
നെക്സ്റ്റ് ഇൻ ട്രയാങ്കിൾ എ ബി സി നമുക്ക് എഴുതാം ഡി എഫ് പാരലൽ ടു DE പാരലൽ ടു എ സി എന്ന് എഴുതാം. സോറി, ഡി എഫ് അല്ല, DE ആണ്. DE പാരലൽ ടു എ സി. സോറി, DE പാരലൽ ടു എ സി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വൺസ് അഗെയിൻ നമ്മൾ BPT അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് വരിക? AD ബൈ DB ഇസ് ഈക്വൽ ടു ഡി ഇന്റർസെക്ട് ചെയ്യുന്ന റേഷ്യോസ് എടുത്തു, ഇനി ഇ ഇന്റർസെക്ട് ചെയ്യുന്ന റേഷ്യോസ്, ദാറ്റ് ഇസ് BE ആൻഡ് EC. BE ബൈ EC. ഇക്വേഷൻ 1ന്റെയും 2ന്റെയും LHS നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം, ദേസ് ആർ സെയിം അല്ലെ, സെയിം ആണ്. സോ ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2, ഇക്വേഷൻ 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്താ എഴുതാനായിട്ട് പറ്റും? BF ബൈ FE ഇസ് ഈക്വൽ ടു BE ബൈ EC. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഹെൻസ് പ്രൂവ്ഡ് എന്നും കൂടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ് കേട്ടോ. അത് ഈ ഫിഗർ ഒന്നും കണ്ടിട്ട് അത് പഠിക്കാണ്ടിരിക്കരുത്, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊക്കെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ പഠിക്കാണ്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എളുപ്പമുള്ളതൊക്കെ നന്നായി, അതായത് നന്നായി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി വെക്കുക. ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട്, അറ്റൻഡ് ചെയ്യാനെങ്കിലും ഉള്ള രീതിക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതായത് ഈ ലാസ്റ്റ് നിമിഷം പഠിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ചിലവർ ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്ത് ടോപ്പിക്സ് മാത്രം ചൂസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ പഠിക്കുക. അതേമാതിരി തന്നെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കിയിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് 6ാമത്തെയും ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 6th ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേ സെയിം മോഡൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ആ 3ാമത്തെയും 4ാമത്തെയും ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. അതേമാതിരി തന്നെ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്, ട്രപ്പീസിയത്തിൻ്റെ ക്വസ്റ്റ്യൻ, അതും ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ചിട്ടില്ല എന്നല്ല, കമ്പയർ ടു ദാറ്റ് ഇത് ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻസി കുറച്ച് കുറവാണ്. എന്നിരുന്നാൽ പോലും പഠിച്ചു വയ്ക്കുക, എളുപ്പമുള്ളതാണ്. അപ്പം ടെക്സ്റ്റ് ബുക്കിലത്തെ ഒറ്റ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിടാണ്ട് പഠിക്കുക, അതെന്തായാലും നന്നായി പഠിക്കുക, അത് മസ്റ്റാണ്. അതിന് പുറമേ വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. വലിയ ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്തായാലും ട്രയാങ്കിൾസിൽ നിന്ന് ചോദിക്കില്ല. പഠിച്ചാൽ മതി. പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും BPT അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. കാരണം ഇതിലാകെ BPT പഠിക്കാനുള്ളൂ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഒന്നില്ലെങ്കിൽ BPT അല്ലെങ്കിൽ കോൺവേഴ്സ്, അത് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുള്ളൂ. ബുദ്ധിമുട്ടിക്കില്ല നിങ്ങൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നിട്ടിട്ട് പഠിച്ചാൽ മതി. എന്ത് മോഡൽ ഫിഗർ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ BPTയോ കോൺവേഴ്സോ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സെയിം ഫിഗർ തന്നെ വരണമെന്നില്ല, വേറെ ഏതെങ്കിലും ഫിഗർ വന്നു കഴിഞ്ഞാൽ അതിൽ ആ മോഡലിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കുക. ഫിഗർ കണ്ടു പറഞ്ഞു തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നാമത് നമ്മുടെ ടെൻഷനിലായിരിക്കും. അപ്പോൾ ഒരു അറിയാത്ത ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ടെൻഷൻ ആവും. അത് വേണ്ട, നമ്മൾ സമാധാനമായിട്ട് ഒന്ന് വായിച്ച് നോക്കി മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ എന്താണ് പഠിച്ചതെന്ന് ഒന്ന് ഓർത്തെടുത്തതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ടിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറുക്ക് വിദ്യ കിട്ടും അവിടെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഒന്നും ടെൻഷൻ അടിക്കാണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുള്ളൂ. എന്തായാലും നന്നായി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക, കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക, ടൈം മാനേജ് ചെയ്ത് അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതേമാതിരി തന്നെ ഓരോരോ ഫോർമാറ്റുകളുണ്ട്. ജോമെട്രി ചാപ്റ്റർ ആകുമ്പോൾ ഇന്ന ഫോർമാറ്റ്, അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ച് പോവാം. പേപ്പർ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായാലും നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. എന്താണ് തന്നിട്ടുള്ളത്? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഗിവൺ DE is parallel to OQ. DE OQനോട് പാരലലും DF ORനോട് പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EF പാരലൽ ടു QR നമുക്ക് പ്രൂവ് ചെയ്യണം. ഇനി ഇവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷനും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ ഇപ്പം അതില്ലാത്ത കാര്യം നമുക്ക് അത് എഴുതണ്ട, ഡയറക്റ്റ് പ്രൂഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം DE പാരലൽ ടു OQ എന്നുള്ള കണ്ടീഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ട്രയാങ്കിൾ POQ. അപ്പോൾ നമ്മൾ ഏത് ട്രയാങ്കിളാണ് എടുക്കുന്നത് എന്നുള്ളതും കൂടെ സ്പെസിഫൈ ചെയ്യണം കേട്ടോ. ദാറ്റ് ഈസ് POQ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? DE പാരലൽ ടു OQ ഗിവൺ കണ്ടീഷൻ പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്താ BPT അപ്ലൈ ചെയ്യാം. അതായത്
DE intersect ചെയ്യുന്ന രണ്ട് സൈഡ്സിന്റെ റേഷ്യോസ് ദാറ്റ് ഇസ് PE/EQ is equal to PD/OD എന്ന് എഴുതാനായിട്ട് പറ്റും ബൈ BPT. അപ്പോൾ പാരലൽ കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, BPT അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, DF പാരലൽ ടു OR ആണ്. അത് ട്രയാങ്കിൾ POR കിടക്കുന്നത്. ഇൻ ട്രയാങ്കിൾ POR DF is parallel to OR given. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിയും എഫും ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് സൈഡ്സിന്റെ റേഷ്യോസ് എന്തായിരിക്കും, തുല്യമായിരിക്കും. ദാറ്റ് ഇസ് PF/FR is equal to PD/DO or OD. ഇക്വേഷൻ 2 by BPT. നമുക്ക് ഇവിടെ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആണെന്നല്ല പ്രൂവ് ചെയ്യാനുള്ളത്, പകരം എന്താണ് EF പാരലൽ ടു QR എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. EF പാരലൽ ടു QR എന്നാണെന്നുണ്ടെങ്കിൽ EF പാരലൽ ടു QR ആണ് എന്നുണ്ടെങ്കിൽ പാരലൽ എപ്പോഴാണ് നമുക്ക് എഴുതാൻ പറ്റുക, സൈഡ്സിന്റെ റേഷ്യോസ് തുല്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, സൈഡ്സിന്റെ റേഷ്യോസ് തുല്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ് എന്താണെന്ന് എഴുതാം, പാരലൽ എന്നാണ് എഴുതാം. അതാണ് കോൺവേഴ്സ് ഓഫ് BPT പറയുന്നത്. അപ്പൊ ആക്ച്വലി EF പാരലൽ ടു QR എന്ന് പ്രൂവ് ചെയ്യുന്നതിൽ ആക്ച്വലി നമുക്ക് ഇവിടെ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, PE ഇന്റർസെക്ട് ചെയ്യുന്ന ഈ സൈഡ്സിന്റെ റേഷ്യോ ദാറ്റ് ഇസ് PE/EQ is equal to F ഇന്റർസെക്ട് ചെയ്യുന്ന സൈഡിന്റെ റേഷ്യോ ദാറ്റ് ഇസ് PF/FR. ഇതാണ് നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യാനുള്ളത്, പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിന്റെ കോൺവേഴ്സ് അതാണ് ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി എന്താന്ന് കിട്ടി, നമുക്ക് കോൺവേഴ്സ് ഓഫ് BPT വെച്ചിട്ട് പാരലൽ ആണെന്ന് എഴുതാനായിട്ട് പറ്റും. കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 1ന്റെയും 2ന്റെയും RHS ഈക്വൽ ആയതുകൊണ്ട് LHS നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. സോ ഫ്രം ഇക്വേഷൻ 1 and 2 we get PE/EQ is equal to PF/FR, which implies EF is parallel to QR by converse of BPT. കോൺവേഴ്സ് വെച്ച് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, ഈ രണ്ട് ലൈൻസും അങ്ങോട്ട് പാരലൽ ആണെന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ BPT അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് റീസൺ ആയിട്ട് കോൺവേഴ്സ് ഓഫ് BPT എഴുതുന്നു. ഇതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് കിടക്കുന്നത്. അത് തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.